ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ ചൊവ്വാഴ്ച ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഹിന്ദുമാസമായ ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി അജ അല്ലെങ്കിൽ അന്നദ ഏകാദശി എന്ന് അറിയപ്പെടുന്നു. ഈ ഏകാദശി കഥകൾ കേൾക്കുവാൻ നമുക്ക് സാധിച്ചാൽ കേൾക്കുന്ന ആൾക്ക് ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളിൽ നിന്നും പോലും മോചിതനാകാനായിട്ട് കഴിയും. ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമം സ്മരിക്കുന്നവർക്കെല്ലാം ഭഗവാൻ വീണ്ടും വിധം എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹം കൊടുക്കും. അതുപോലെ തന്നെ ഏകാദശി വ്രതത്തോളം സമമായ മറ്റൊരു വ്രതവും ഈ ലോകത്തില്ല എന്നും പറയുന്നു. ഇനി നമുക്ക് ഈ അജ ഏകാദശി എങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യമെന്ന് നോക്കാം. ഹരിചന്ദ്ര രാജാവ് സത്യസന്ധതയ്ക്കും ധർമ്മത്തിനുമൊക്കെ പേരുകേട്ട ഒരു രാജാവായിരുന്നു. ഒരു ദിവസം ദൈവങ്ങൾ അവനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. തൻ്റെ രാജ്യം ഋഷി വിശ്വാമിത്രനെ ദാനം ചെയ്തതായിട്ട് രാജാവ് സ്വപ്നത്തിൽ കാണുകയാണ്. പിറ്റേന്ന് ഹരിചന്ദ്ര രാജാവ് തൻ്റെ രാജ്യം മുഴുവൻ വിശ്വാമിത്രന് കൈമാറിയപ്പോൾ 500 സ്വർണ്ണ നാണയങ്ങൾ സംഭാവനയായിട്ട് നൽകാനായിട്ട് രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. വെറും 500-ലധികം സ്വർണ്ണ നാണയങ്ങൾ തന്നോട് ചോദിക്കാമെന്ന് അദ്ദേഹം ഋഷിയോട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിശ്വാമിത്രൻ ചിരിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിനോടൊപ്പം തൻ്റെ ഭണ്ഡാരവും ഇതിനകം സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അതിനാൽ ഒരിക്കൽ നൽകിയ സംഭാവന വീണ്ടും സംഭാവന ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കാനായിട്ട് രാജാവ് ഭാര്യയെയും മകനെയും വിൽക്കുകയാണ്. പക്ഷേ അതും അവിടെ ഒരു പര്യാപ്തമായ മാർഗമല്ലായിരുന്നു. അതിനാൽ തന്നെ അയാൾ സ്വയം വിൽക്കുകയും എല്ലാ സ്വർണ്ണ നാണയങ്ങളും വിശ്വാമിത്രന് അങ്ങനെ സംഭാവന ചെയ്യുകയും ചെയ്തു. ഹരിചന്ദ്ര രാജാവിൻ്റെ ഈ ദുഃഖകരമായ കഥ കേട്ടിട്ട് മഹർഷി അങ്ങനെ സങ്കടപ്പെടുകയാണ്. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഭദ്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഉപവസിക്കുകയും രാത്രി ഉറങ്ങാതെ വിഷ്ണുനാമം ജപിക്കുകയും ഉണർന്ന് ഇരിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ പാവങ്ങളെയും നശിപ്പിക്കും. ഹരിചന്ദ്ര രാജാവ് ഉപവസിക്കുകയും മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാത്രി ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. ഈ വ്രതഫലമായി രാജാവിൻ്റെ എല്ലാ പാവങ്ങളും നശിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ഉണ്ടായി. വാദ്യമേളങ്ങൾ സ്വർഗത്തിൽ മുഴങ്ങാൻ തുടങ്ങി. പൂക്കൾ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ കാണുകയാണ്. മരിച്ചുപോയതിൻ്റെ മകനെയും ഭാര്യ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും നിറഞ്ഞതായിട്ടും ഒക്കെ അദ്ദേഹം കണ്ടു. ഈ വ്രതഫലത്തോടെ രാജാവ് തൻ്റെ രാജ്യം മുഴുവനും വീണ്ടെടുക്കുന്നു. വാസ്തവത്തിൽ മുനി രാജാവിനെ പരീക്ഷിക്കാനായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ അജ ഏകാദശിയുടെ വ്രതഫലമായിട്ട് മുനി സൃഷ്ടിച്ച എല്ലാ മിഥ്യാധാരണകളും അങ്ങനെ അവസാനം ഹരിചന്ദ്ര കുടുംബത്തോടൊപ്പം അങ്ങനെ ഹരിചന്ദ്ര മഹാരാജാവ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. ചിത്തശുദ്ധിയോടെ നിഷ്കാമ ഭക്തിയോടെ ഭഗവാനെ സമർപ്പിച്ച് വ്രതമനുഷ്ഠിച്ചാൽ അശ്വമേധയാഗത്തിൻ്റെ ഫലമാണ് ലഭിക്കുക. ഇനി നമുക്ക് നോക്കാം ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഏകാദശി നാളിൽ പൂർണ്ണമായിട്ട് ഉപവസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ജലപാനം പോലും പാടില്ല എന്നാണ് പറയുന്നത്. അതിന് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് വ്രതമെടുക്കാം. ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയറ്, പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഒക്കെ ഭക്ഷിക്കാം. എല്ലാം മിതമായിട്ട് മാത്രമാണ് കഴിക്കേണ്ടത്. ഏറ്റവും ഉത്തമം തുളസി ജലം മാത്രം കുടിക്കുന്നതാണ്. അത് സാധിക്കാത്തവർ എന്തെങ്കിലും പഴം, പാലോ ഒക്കെ കഴിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. പകൽ ഉറക്കമൊരിക്കലും പാടില്ല. ഈ മഹാപുണ്യ ദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമ മന്ത്രജപത്തോടെ കഴിയുന്നതും മൗനമായി നാമജപത്തോടെ ഇരിക്കുന്നതും വളരെ ഉത്തമം. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണം വീടേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. അന്നേ ദിവസം ലഘുവായിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ ലഘുവായിട്ട് കഴിച്ച് പാരണയും വീടുക. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് അത്യുത്തമം. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായിട്ട് ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകുമെന്നാണ് വിശ്വാസം. വിഷ്ണു ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുന്നതിനും ഏവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷത്തിനും യോഗ്യരായിട്ട് നമ്മൾ തീരും. വിഷ്ണു സഹസ്രനാമവും അഷ്ടോത്തരവും ശ്രീമദ് ഭാഗവതവും നാരായണീയം എല്ലാം കഴിയുന്നത്ര പാരായണം ചെയ്യുക.
എല്ലാ കൃഷ്ണ ബന്ധുക്കൾക്കും ഏകാദശി വ്രതമെടുത്ത ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇഹലോകത്ത് സുഖവും പരലോകത്ത് എല്ലാവിധ സമാധാനവും ഒക്കെ ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ വിഷ്ണു സായുജ്യം പരലോകത്ത് നമുക്ക് ലഭിക്കുന്നതിന്, ആ ഒരു സായുജ്യം നമുക്ക് മോക്ഷമാണ് നൽകുക. അതിന് ചിട്ടയോടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായയോ, അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കാൻ ചെയ്താൽ എല്ലാവിധ ദുരിതങ്ങൾക്കും പരിഹാരവും അളവറ്റ ഐശ്വര്യവും ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കും. വ്രതമെടുക്കുന്ന ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ രാവിലെയും വൈകിട്ടും കണ്ണടച്ച് മഹാവിഷ്ണു രൂപം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രമായിട്ട് അഷ്ടാക്ഷരി മഹാമന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സർവാഭീഷ്ട ഫലമാണ് നമുക്ക് തരിക. എല്ലാവർക്കും ഏകാദശി വ്രതം, അതായത് കൃഷ്ണപക്ഷ ഏകാദശിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.